ഹലോ ഗായ്സ്, നമുക്കിന്ന് വൈറൽ ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ. അതിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. എനിക്കിതെല്ലാം കൂടി ഒരു 200 റുപ്പീസിനകത്ത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം ബട്ടർ മെൽറ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്ക് നമുക്ക് ഏതെങ്കിലും ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 പാക്കറ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനതിൻ്റെ ഒരു ഗ്ലാസ് സ്ക്വയർ കണ്ടെയ്നറിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകണം. അതിലേക്ക് തന്നെ ഇട്ടിട്ട് കുറച്ച് നമ്മളതിലേക്ക് ബട്ടർ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുമ്പം ഈ ഒരു ടെക്സ്ചറിൽ വരും. അപ്പോൾ ഒരു സെറ്റ് ചെയ്തൊരു ലെയറായിട്ട് വരും. അത് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് സെറ്റ് ആവണ സമയം കൊണ്ട് നമുക്ക് പാൽ വേണം. പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ. തിളപ്പിച്ചെടുത്ത പാലിലേക്ക് നമുക്ക് 2 സ്പൂൺ വിനീഗർ ആഡ് ചെയ്യുമ്പോൾ പാൽ പിരിഞ്ഞ് വരും. ആ പിരിഞ്ഞ് വരണ പാൽ നമ്മളൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. വിനീഗറിൻ്റെ ടേസ്റ്റ് പോകാനായിട്ടാണ്. അങ്ങനെ കഴുകിയെടുത്ത ആ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര, മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു കവർ ഫ്രഷ് ക്രീമിൻ്റെ പകുതിയോളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വരും. ഈ ഒരു ഫൈൻ പേസ്റ്റായിട്ട് കിട്ടുന്നതാണ് സെക്കൻഡ് ലെയർ. അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മേളിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതും ഒന്ന് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും തേർഡ് ലെയറായ ചോക്ലേറ്റ് നമുക്ക് റെഡി ആക്കണം. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. അത്രയേ ഉള്ളൂ തേർഡ് ലെയർ. അത് പതിയെ ആ സെക്കൻഡ് ലെയറിൻ്റെ മേളിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ചീസ് കേക്ക് റെഡിയാകും. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും. ഞാനിതിവിടെ ഉണ്ടാക്കി വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ റിവ്യൂ പറയാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ പാത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.